ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബ്ലഡ് ഫിലിം ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ആണ്. ഓക്കെ, അതായത് ബ്ലഡ് ഫിലിമിൻ്റെ പ്രിപ്പറേഷനും ബ്ലഡ് കമ്പോണൻസും ആണ്. അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ, ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ബ്ലഡിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ബ്ലഡ് എങ്ങനെ ഫോം ചെയ്യുന്നു, എവിടെ ഫോം ചെയ്യുന്നു, ബ്ലഡിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലഡിൻ്റെ കമ്പോണൻസ് നമ്മൾ നോക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ബ്ലഡ് ഫിലിം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ബ്ലഡ് ഫിലിം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നു, കമ്പോണൻസ് എങ്ങനെയൊക്കെ അപ്പിയർ ചെയ്യും, ഏതൊക്കെ കമ്പോണൻസ് ആണെന്നുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ബ്ലഡിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ചാണ്. ഓക്കെ, ബ്ലഡ് എവിടെ ഫോം ചെയ്യുന്നു, എങ്ങനെ ഫോം ചെയ്യുന്നു, അതിൻ്റെ ഒരു സ്റ്റേജസ് എന്താണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഫസ്റ്റ് പറയുന്നത് എന്താണ്, ബ്ലഡിനകത്ത് നമുക്കറിയാം ബ്ലഡിൻ്റെ ഒരു കോമ്പോസിഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. ബ്ലഡിനകത്ത് രണ്ട് പാർട്ടുണ്ട്. ഓക്കെ, ബ്ലഡിനകത്തൊരു ഫ്ലൂയിഡ് പാർട്ടും ഉണ്ട്, ഒരു സെല്ലുലാർ പാർട്ടും ഉണ്ട്. ഓക്കെ, ഫ്ലൂയിഡ് പാർട്ട് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, പ്ലാസ്മ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മൾ സീറം എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് പാർട്ട്, സ്ട്രോക്ക് അലേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. സെല്ലുലാർ പാർട്ടിലാണ് എന്തൊക്കെയുള്ളത്, നമ്മുടെ RBC ചില റെഡ് ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ് WBC വൈറ്റ് സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ RBC ആയാലും ലൂക്കോസൈറ്റ്സ് ആയാലും പ്ലേറ്റ്ലെറ്റ്സ് ആയാലും എന്താണ്, ഇതൊക്കെ പല അതിൻ്റെ മോർഫോളജി, അതിൻ്റെ അപ്പിയറൻസിലാണെങ്കിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻ ആയാലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എറിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ RBC എന്ന് പറയും, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ റെഡ് സെൽസ് എന്ന് പറയും. ഈ സെൽസ് എങ്ങനെയാണ്, ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം ബൈക്കോൺകേവ് ആണ്. ഓക്കെ, ബൈക്കോൺകേവ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്ക്, അതായത് ഈ ഭാഗം ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണ് അല്ലേ, ഇതുപോലെ തന്നെ ഈ സെല്ലിൻ്റെ അപ്പുറം സൈഡും എന്താണ്, കുഴിഞ്ഞിരിക്കുകയാണ്, അതാണ് ബൈക്കോൺകേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തായിരിക്കും ഫില്ല് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ഹീമോഗ്ലോബിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടോ, ഇല്ല, RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, ഈ RBCയുടെ ഫംഗ്ഷൻ വന്നിട്ട് എന്താണ്, ഇതിന് പ്രധാനമായിട്ടും നമ്മുടെ ഓക്സിജനെ ടിഷ്യൂസിലേക്ക്, അതായത് നമ്മുടെ ശരീരത്തിലെ പല പല ടിഷ്യൂസിലേക്ക്, കോശങ്ങളിലേക്ക് ഇതിനെ നമ്മൾ ഓക്സിജൻ ക്യാരി ചെയ്തുകൊണ്ട് പോവുക. അതേപോലെയൊക്കെ ആ ടിഷ്യൂസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, റെസ്പിറേഷന് ശേഷമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതാണ് ഈ ഒരു RBCസിൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഡിന് പ്രധാനമായിട്ടും രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒരു ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ പ്ലാസ്മ എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഒരു സെല്ലുലാർ കമ്പോണൻറ്റ്. ഈ സെല്ലുലാർ കമ്പോണൻറ്റിൽ ഏതൊക്കെ വരുന്നുണ്ട്, അത് നമ്മുടെ റെഡ് സെൽസ് അല്ലെങ്കിൽ RBC വരുന്നുണ്ട്, പിന്നെ ലൂക്കോസൈറ്റ്സ് വരുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ, സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ RBCയെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണ്, അത് ബൈക്കോൺകേവ് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ റെഡ് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ന്യൂക്ലിയസ് ഇല്ല. ശ്രദ്ധിക്കണം, എന്താണ്, റെഡ് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ റെഡ് സെൽസിൻ്റെ ഫോർമേഷൻ, അതായത് നമ്മുടെ ഈ എറിത്രോബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫോർമേഷൻ്റെ സമയത്ത് റെഡ് സെൽസിന് എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസ് ഉണ്ട്. ഇനിഷ്യൽ സ്റ്റേജിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് പിന്നെ എന്ത് ചെയ്യുന്നു, അത് ചെറുതായി അവസാനം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു മെജോറിറ്റി പാർട്ടും ഹീമോഗ്ലോബിനായിട്ട് മാറുകയാണ്. ഈ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ഈ റെഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താ, ഹീമോഗ്ലോബിനിലൂടെ ഓക്സിജനെ ടിഷ്യൂസിലേക്ക് എത്തിക്കുക, ആ ടിഷ്യൂസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്ത് ലങ്സിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇനി വന്നിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടല്ലേ. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് ചെറിയ സ്മോൾ സെൽസ് ആണ്. ഓക്കെ, ഇതിനും നമ്മുടെ ന്യൂക്ലിയസിനെ പോലെ തന്നെ നമ്മുടെ RBC റെഡ് ബ്ലഡ് സെൽസിനെ പോലെ ന്യൂക്ലിയസ് ഇല്ല. പിന്നെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ ക്ലോട്ടിങ്ങിന് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടൊരു സംഭവമാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഏതാണ്, നമ്മുടെ WBC എന്ന് പറയും അല്ലേ. WBC എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാം ന്യൂക്ലിയസ്, പല ടൈപ്സ് ന്യൂക്ലിയസ് ഉള്ള, അല്ലെങ്കിൽ എസ് ഷേപ്ഡ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്സ് ന്യൂക്ലിയസ് ഒക്കെ ഉള്ളത് ായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇൻഫെക്ഷനെതിരെ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ WBCയുടെ കൗണ്ട് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം പ്ലേറ്റ്ലെറ്റ്സ് എന്താണ്, പ്ലേറ്റ്ലെറ്റ്സും ചെറിയ സെൽസ് ആണ്, അതിനും ന്യൂക്ലിയസ് ഇല്ല, പക്ഷേ എന്താണ്, ക്ലോട്ടിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ലൂക്കോസൈറ്റ്സ് വന്നിട്ട് എന്താണ്, അതിന് ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ WBC ആയാലും RBC, അതായത് റെഡ് ബ്ലഡ് സെൽസ് ആയാലും അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ആയാലും എല്ലാം അറൈസ് ചെയ്യുന്ന എന്താണ്, ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ഈ സിംഗിൾ സെല്ലിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ എന്ന് പറയാൻ പറ്റും അല്ലെ, HSC
ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ എന്ന് പറയും. ഇങ്ങനെ ഈ ഒരു ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിൽ നിന്നും ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഈ സെൽ കമ്പോണൻസ് എല്ലാം ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ഹെമറ്റോപോയിസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എറിത്രോപോയിസിസ് ഒന്ന്. എറിത്രോപോയിസ് എന്തായിരിക്കും? എറിത്രോസൈറ്റ്സ് ആണ്, റെഡ് സെൽസ് ആണ്, RBCs ആണ്. RBCസിൻ്റെ ആ ഒരു ഫോർമേഷനാണ് നമ്മൾ എറിത്രോപോയിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെമറ്റോപോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ, അല്ലെങ്കിൽ അതൊരു പ്ലൂറിപൊട്ടൻറ്റ് സെല്ലാണെന്ന് പറയാം. എന്താണ് പ്ലൂറിപൊട്ടൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്ലൂറിപൊട്ടൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് തന്നെ പല ടൈപ്സ് ഓഫ് സെല്ല് ഫോം ചെയ്യുന്നു, അല്ലെ? ഇപ്പം ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ല് ഒരു പ്ലൂറിപൊട്ടൻറ്റ് സെല്ലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു സിംഗിൾ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് തന്നെ എന്തൊക്കെ ഉണ്ടായി വരുന്നുണ്ട്? പ്ലേറ്റ്ലെറ്റ് ഉണ്ടായി വരുന്നുണ്ട്, അല്ലെ? അത് ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്, അപ്പിയറൻസ് ഡിഫറെൻ്റ് ആണ്. RBC ഉണ്ടായി വരുന്നുണ്ട്. RBC എന്താണ്? അതിൻ്റെ അപ്പിയറൻസും ഫംഗ്ഷനും ഡിഫറെൻ്റ് ആണ്. ലൂക്കോസൈറ്റ്സ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഒരു ടൈപ്പിൽ നിന്ന് പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടായി വരുന്ന അങ്ങനത്തെ കേപ്പബിലിറ്റി ഓഫ് സെല്ലിനാണ് നമ്മൾ പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ RBCs ആയാലും അല്ലെങ്കിൽ WBCs അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ആയാലും ഇതെല്ലാം ഉണ്ടായി വരുന്ന ഏത് സെല്ലിൽ നിന്നാണ്? അതാണ് നമ്മുടെ HSC അല്ലെങ്കിൽ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ എന്ന് പറയും. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെമറ്റോപോയിസിസ്. ഓക്കെ, അതുപോലെ പിന്നെ എന്താ പറയുന്നത്? നമ്മളിനി ഇതിനകത്ത് കുറച്ച് റെഡ് സെൽസിൻ്റെ പല സ്റ്റേജസ് ഓഫ് ഫോർമേഷനൊക്കെയാണ് പറയുന്നത്. അപ്പം റെഡ് സെൽസിൻ്റെ മാത്രമുള്ള ഫോർമേഷനെ നമ്മൾ എന്ത് പറയും? എറിത്രോപോയിസിസ് എന്ന് പറയും. ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം ഉണ്ടായി വരുന്ന ആ ഒരു ഹോൾ പ്രോസസ്സിനെ നമ്മൾ ഹെമറ്റോപോയിസ് എന്ന് പറയും. ഓക്കെ, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് റെഡ് സെൽസ് അല്ലെങ്കിൽ RBCs അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിനെ അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സിനെ, അതിനെ നമ്മൾ എന്ത് പറയും? എറിത്രോപോയിസിസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് സൈറ്റ്സ് ഓഫ് ഹെമറ്റോപോയിസിസ് ആണ്. ഓക്കെ, അപ്പോൾ സൈറ്റ്സ് ഓഫ് ഹെമറ്റോപോയിസിസ് ഇവിടെ നമ്മൾ ഫോട്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എന്താണ്? സൈറ്റ് ഓഫ് ഹെമറ്റോപോയിസിൽ എന്താണ്? പ്രധാനമായിട്ടും നമുക്കറിയാം അഡൾട്ടിൽ എന്താണ് നമ്മുടെ ഹെമറ്റോപോയിസ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന എവിടെ നിന്നാണ്? അത് നമ്മുടെ ബോൺ മാരോയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ബോൺ മാരോയിൽ അഡൾട്ടിൽ വരുമ്പോഴാണ് ബോൺ മാരോയിൽ നിന്ന് ആ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഒരു ലൈഫ് ബിഗിൻസ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ് ഈ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹെമറ്റോപോയിസിസ് നടക്കുന്നത് എവിടെ നിന്നാണ്? അത് നമ്മുടെ ഏർലി പ്രീനേറ്റൽ പീരീഡ്, അതായത് ഗർഭിണിയായിട്ട് ആ ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ആ ഭ്രൂണം ഒക്കെ ഇരിക്കുന്ന ഒരു യോക്സാക്ക് എന്നൊക്കെ പറയത്തില്ലേ, ഈ യോക്സാക്കിനകത്ത് എന്ത് ചെയ്യുന്നു? ബ്ലഡിൻ്റെ ഐലൻഡ്സ് ഉണ്ട്. അതായത് ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ബ്ലഡ് ഫോം ചെയ്യുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങളുണ്ടായിരിക്കും, ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. ഇവിടെ നിന്നായിരിക്കും ബ്ലഡ് ആദ്യം ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കമ്പോണൻസ് ആദ്യം ഉണ്ടായി വരുന്നത്. ഇതിനെ നമ്മൾ പ്രിമിറ്റീവ് ഹെമറ്റോപോയിസിസ് എന്ന് പറയും. അപ്പം പ്രിമിറ്റീവ് ഹെമറ്റോപോയിസ് എന്താണ്? അത് നമ്മുടെ പ്രീനേറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് 2 വീക്സ് ഓഫ് ലൈഫിൽ ഉണ്ടാകുന്ന, അതായത് അവിടെ നമ്മുടെ ബ്ലഡിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഹെമറ്റോപോയിസിസ് നടക്കുന്നത് എവിടെയാണ്? ഗ്രൂപ്പ്സ് ഓഫ് ബ്ലഡ് ഐലൻഡ്സ് ഉണ്ട്. അപ്പം ആ ഒരു സ്റ്റേജിൽ അത് എവിടെ വെച്ച് നടക്കുന്നു? യോക്സാക്കിലാണ് ഈ ഒരു ബ്ലഡ് ഐലൻഡ്സ് ഉള്ളത്. അവിടെ വെച്ച് യോക്സാക്കി വെച്ച് നടക്കുന്ന അതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രിമിറ്റീവ് ഹെമറ്റോപോയിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ സ്റ്റേജിൽ ഉണ്ടാവുന്ന റെഡ് സെൽസിന് അല്ലെങ്കിൽ RBCസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇത് ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഹീമോഗ്ലോബിൻ എങ്ങനത്തെ ആയിരിക്കും? നമ്മുടെ എംബ്രിയോണിക് ഹീമോഗ്ലോബിൻ ആയിരിക്കും. എംബ്രിയോണിക് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പം ഭ്രൂണത്തിലുള്ള ഹീമോഗ്ലോബിൻ, അല്ലേ? അതായത് ഭ്രൂണാവസ്ഥയിലുള്ള ഹീമോഗ്ലോബിൻ. അപ്പോൾ അതിന് നമ്മുടെ അഡൾട്ട് ഹീമോഗ്ലോബിനിൽ നിന്നും കുറച്ച് വ്യത്യാസം. എന്താണ്? അഡൾട്ട് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഗ്ലോബിൻ ചെയിൻസ് ഉണ്ടല്ലോ, ഹീമോഗ്ലോബിൻ, അല്ലേ? അപ്പോൾ ആ ഗ്ലോബിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ ചെയിൻസിൽ എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മുടെ എംബ്രിയോണിക് ഹീമോഗ്ലോബിൻ. അപ്പോൾ അഡൾട്ട് ഹീമോഗ്ലോബിനെ അപേക്ഷിച്ച് എംബ്രിയോണിക് ഹീമോഗ്ലോബിനിൽ എന്ത് വ്യത്യാസം വരുന്നത്? അതിൻ്റെ ആ ഗ്ലോബിൻ ചെയിൻസിലുള്ള വ്യത്യാസമാണ് വരുന്നത്. അപ്പം ഇവിടെ ഹെമറ്റോപോയിസിസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു? യൂഷ്വലി അഡൾട്ടിൽ ഹെമറ്റോപോയിസിസ് നടക്കുന്നത് നമ്മുടെ ബോൺ മാരോയുടെ ഉള്ളിലാണ്, അല്ലെ? അല്ലെങ്കിൽ ആ എന്താ പറയുന്നത്, നമ്മുടെ ബോൺസിൻ്റെയൊക്കെ മജ്ജ എന്നൊക്കെ പറയും, അല്ലെ? നമ്മളിപ്പം ബോണൊക്കെ കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഇങ്ങനെ കാണാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു നെറ്റ്വർക്ക് പോലത്തെ ഇങ്ങനെ ഇരിക്കും, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ മജ്ജ എന്ന് പറയുന്നത്. അപ്പം ബോൺസിൽ വരുമ്പോൾ, അതായത് അഡൾട്ടിൽ വരുമ്പോഴത്തേക്ക് ബോൺസിൽ അല്ലെങ്കിൽ ബോൺ മാരോയിലാണ് ഹെമറ്റോപോയിസിസ് നടക്കുന്നത്. പക്ഷേ ഇത് ലൈഫിൽ എപ്പോഴും തുടങ്ങുന്നുണ്ട്? അതായത് നമ്മുടെ പ്രീനേറ്റൽ ലൈഫിൽ 2nd വീക്കിൽ തന്നെ തുടങ്ങുന്നുണ്ട്. 2nd വീക്കിൽ യോക്സാക്കിൽ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഐലൻഡ്സ് ഉണ്ട്. ആ ഐലൻഡ്സിൽ നിന്നാണ് നമ്മുടെ പ്രിമിറ്റീവ് ഹെമറ്റോപോയിസിസ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രിമിറ്റീവ് ഹെമറ്റോപോയിസിസ് നടക്കുമ്പം ഫോം ചെയ്യുന്ന റെഡ് സെൽസ് എന്തായിരിക്കും? അത് ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. യൂഷ്വലി നമ്മൾ പറഞ്ഞ എന്താ? ബൈക്കോൺകേവ് ആണ്, പിന്നെ എനൂക്ലിയേറ്റഡ് ആണ്.
അല്ലെങ്കിൽ വിത്തൗട്ട് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ പ്രിമിറ്റീവ് ഹെമറ്റോപോയിസിസിൽ ഫോം ചെയ്തു വരുന്ന റെഡ് സെൽസ് ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനകത്തുള്ള ഹീമോഗ്ലോബിൻ എംബ്രിയോണിക് ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ ആയിരിക്കും, അതായത് നമ്മുടെ അഡൾട്ട് ഹീമോഗ്ലോബിനിൽ നിന്നും വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ടൈപ്പ്. ഓക്കെ, പിന്നെ ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു ഹീമറ്റോപോയിസ് എപ്പോഴാണ് തുടങ്ങുന്നത്? അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ മീസോഡേർമൽ ടിഷ്യൂ ഉണ്ട്, അതെവിടെയാണ്? അയോട്ടോ ഗൊണാഡോ മീസോനെഫ്രോസ് റീജിയൻ. ഓക്കെ, അപ്പം അയോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ ആ ഒരു വാൽവുമായിട്ട് ബന്ധപ്പെട്ട്, ഗൊണാഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സെക്ഷൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം മീസോനെഫ്രോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഫ്രൈറ്റിക് റീജിയൻ, ആ റീജിയനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മീസോഡേർമൽ ടിഷ്യൂസിൽ നിന്നാണ് പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ഹെമറ്റോപോയിസിസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ അവിടെയുള്ള എന്ത് ചെയ്യുന്നു, അവിടെ ഹെമറ്റോപോയിറ്റിക് എലിമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് ഉണ്ട് ഈ റീജിയനിലെല്ലാം. ഈ അയോർട്ട, ഗൊനാഡ്, മീസോനെഫ്രോസ് റീജിയനിലൊക്കെ എന്താണ് ഈ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, യോക്ക് സാക്കിനകത്ത് ബ്ലഡ് ഐലൻഡ്സ് എന്നാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഡെഫിനിറ്റീവ് ഹെമറ്റോപോയിസിസ് എന്ന് പറഞ്ഞത്. മറ്റേവിടുത്തെ യോക്ക് സാക്കിൽ കിടക്കുന്ന എന്താണ്, ഒരു എംബ്രിയോണിക് ഹെമറ്റോപോയിസിസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് ഫോം ആണ്. പിന്നെ ഒരു 3 മാസം വരെ എന്താണ്, ഒരു മേജർ സൈറ്റ് ഓഫ് ഹെമറ്റോപോയിസ് എന്തായിരിക്കും, ലിവർ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 ആഴ്ച യോക്ക് സാക്ക്, അത് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അയോട്ട, ഗൊനാഡ്, മീസോനെഫ്രോസ് റീജിയനിലൊക്കെ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് ഉണ്ട്. അവിടെ നിന്നൊരു ഡെഫിനിറ്റീവ് ഹെമറ്റോപോയിസ് നടക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം വരെയൊക്കെ എവിടെ ആയിരിക്കും, ഹെമറ്റോപോയിസ് നടക്കുന്നതിന് പ്രധാനപ്പെട്ട സ്ഥലം ലിവറും ആയിരിക്കും. പിന്നെ കുറച്ച് കോൺട്രിബ്യൂഷൻ നമ്മുടെ സ്പ്ലീനിലും ഉണ്ട്, അല്ലേ? നമുക്കറിയാം ബോൺമാരോയിൽ നമ്മുടെ എന്താ പറയുന്ന RBC പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു മെച്ചുറേഷൻ ഒക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന എവിടെ വെച്ചാണ്, അത് സ്പ്ലീനിൽ വെച്ചാണ്, അല്ലേ? എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് മേജറായിട്ട് ഹെമറ്റോപോയിസ് നടക്കുന്നെങ്കിൽ നമ്മുടെ സ്പ്ലീനിൽ നിന്നും കുറച്ച് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അപ്പം ഇൻ ഫീറ്റൽ ലൈഫ് അപ് ടു ദ 3rd month the major site of hematopoiesis is liver with some contribution from the spleen. ഓക്കെ, ഇനി ഇത് 3ാമത്തെ മാസം വരെ എത്തി. ഇനി നമ്മൾ അടുത്ത 4ാമത്തെ മാസം മുതൽ എന്താണ്, ദ ഫീറ്റൽ ലൈഫ് ഹെമറ്റോപോയിസിസ് ബിഗിൻസ് ഇൻ ദ ബോൺ മാരോ. അപ്പം ഒരു 3ാമത്തെ മാസം വരെ ലിവർ ആയിരുന്നു അവിടുത്തെ ഹെമറ്റോപോയിസിസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. 3ാമത്തെ മാസം കഴിഞ്ഞ് 4ാമത്തെ മാസം തുടങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 4ാമത്തെ മാസം മുതൽ നമ്മുടെ ഫീറ്റൽ ലൈഫിൽ, അല്ലെങ്കിൽ ആ ഒരു ഗർഭസ്ഥ ശിശുവിൽ, അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഭ്രൂണ സ്റ്റേജിൽ നമ്മുടെ ഹെമറ്റോപോയിസ് എവിടെ തുടങ്ങും, ബോൺ മാരോയിൽ തുടങ്ങും. ഓക്കെ, അതായത് ത്രൂ ഔട്ട് ദ സ്കെലിറ്റം, ശ്രദ്ധിക്കണം, ത്രൂ ഔട്ട് ദ സ്കെലിറ്റൻ, അതായത് ബോൺസിന്റെ ത്രൂ ഔട്ട് ഉള്ള ബോൺ മാരോയിൽ നടക്കുന്നുണ്ട്. കാര്യം അഡൾട്ടിൽ വരുമ്പോഴത്തേക്ക് ഇത് ആക്സിയൽ ഉണ്ട്, അല്ലെങ്കിൽ ബോൺസിന്റെ എൻഡിൽ മാത്രമായിട്ട് മാറും. അപ്പം 4th month ഓഫ് ഫീറ്റൽ ലൈഫിൽ ഹെമറ്റോപോയിസിസ് ത്രൂ ഔട്ട് ദ ബോൺ മാരോ ഓഫ് ദ സ്കെലിറ്റൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ബർത്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവിടെ നമ്മുടെ ബർത്തിൽ ഇറ്റ് ഈസ് ദ ബോൺ മാരോ വിച്ച് ഈസ് ഹെമറ്റോപോയിറ്റിക്കലി ആക്റ്റീവ് വിത്ത് ഓൺലി ഫ്യൂ ഫോക്കൈ ഹെപ്പാറ്റിക് ഹെമറ്റോപോയിസ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു കുറച്ച് ലിവറിൻ്റെ ഉണ്ടായിരുന്നു, ലിവറിൽ ഹെമറ്റോപോയിസിസ് ഉണ്ടായിരുന്നു പറഞ്ഞു. 4th സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോൺ മാരോയിൽ, അതായത് ത്രൂ ഔട്ട് ദ സ്കെലിറ്റൻ ഓഫ് ദ ബോൺ മാരോ ഹെമറ്റോപോയിസിസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ബർത്തിലേക്ക് എന്ത് ചെയ്യുമ്പം, ബർത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ബോൺസ് എല്ലാം ഹെമറ്റോപോയിറ്റിക്കലി ആക്റ്റീവ് ആവും. പിന്നെ ഹെപ്പാറ്റിക്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ലിവറിൽ എന്താണ്, കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഹെമറ്റോപോയിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത്, അതായത് അവിടെയുള്ള കുറച്ച് ഭാഗം മാത്രം ഹെമറ്റോപോയിസിസ് നടത്തുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എന്താണ്, 2ാമത്തെ ആഴ്ച യോക്ക് സാക്കിൽ ബ്ലഡ് ഐലൻഡ്സ് പറഞ്ഞു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മീസോനെഫ്രോസ്, അയോട്ട, അതിലൊക്കെ ഗൊണാഡ്സിലെ ഏരിയയിലൊക്കെ നമ്മുടെ ഒരു എന്താണ് ഹെപ്പാറ്റിക് സ്റ്റെം സെൽസ് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഒരു ഡെഫിനിറ്റീവ് ഹെമറ്റോപോയിസ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു 3ാമത്തെ മാസം വരെ എന്താണ്, നമ്മുടെ ലിവറിലാണ് പ്രധാനമായിട്ടും, വിത്ത് ദ സ്ലൈറ്റ് കോൺട്രിബ്യൂഷൻ ഫ്രം സ്പ്ലീൻ എന്ന് പറഞ്ഞു. 4ാമത്തെ മന്ത് മുതൽ എന്ത് ചെയ്തു, ത്രൂ ഔട്ട് ദ ബോൺ മാരോ ഓഫ് ദ എൻറ്റയർ സ്കെലിറ്റൻ നടക്കും. എവിടെ, നമ്മുടെ ബർത്ത് എത്തുമ്പോഴത്തേക്ക് പക്ഷേ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ബോൺ മാരോ ഓഫ് ദ ഇതാവും, ബോൺസ് എല്ലാം ഹെമറ്റോപോയിറ്റിക്കലി ആക്റ്റീവ് ആവും. പക്ഷേ നമ്മുടെ ഹെപ്പാറ്റിക് ഹെമറ്റോപോയിസിസിൽ കുറച്ച് ഏരിയാസ് മാത്രം നമ്മുടെ ലിവറിൽ ആക്റ്റീവായിട്ട് അപ്പോഴും തുടരും. ഓക്കെ, ഇനി നമ്മൾ പ്യൂബേർട്ടി എത്തുന്ന വരെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രായപൂർത്തി എത്തുന്ന സമയം വരെ എന്തായിരിക്കും, കൂടുതലും സീൻ ഇൻ ഓൾ ബോൺസ്, അതായത് എല്ലാ ബോൺസിലും വളരെ ആക്റ്റീവായിട്ട് ഹെമറ്റോപോയിസിസ് നടക്കും. പക്ഷെ അഡൾട്ടിലേക്ക് എത്തുമ്പോൾ, അതായത് പ്രായപൂർത്തി ആയി കഴിഞ്ഞതിന് ശേഷം ഇത് എന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ ആക്സിയൽ സ്കെലിറ്റനിലേക്ക് മാത്രം. ഓക്കെ, അതായത് പ്രധാനമായിട്ടും പറയുന്നത് ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഈ അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുന്നത്. നമ്മുടെ ലിംസ് ഒക്കെ എന്താണ്, അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ ആണ്. ഓക്കെ,
അപ്പോൾ ബാക്കി ഈ നടുക്കത്തെ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ലെഗ്സിൻ്റെ ഭാഗം എന്താണ്, അതും അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ ആണ്. ഓക്കെ, ആക്സിയൽ സ്കെലിറ്റൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്കള്ളിൻ്റെ താഴോട്ടുള്ള ഇത്രയും ഭാഗം, അതായത് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടാണ് ആ ഒരു ആക്സിയൽ സ്കെലിറ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്താണ്, ലോങ് ബോൺസിൻ്റെ എൻഡിലേക്കും, ലോങ് ബോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഫീമർ അങ്ങനത്തെയൊക്കെ എൻഡിലേക്കും, ഫ്ലാറ്റ് ബോൺസ് എന്താണ്, നമ്മുടെ റിബ്സ് ഉണ്ടല്ലേ, വാരിയല്ലുകൾ എന്ന് പറയും, അതിലൊക്കെ സ്റ്റേണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ വാരിയല്ല് കണക്ട് ചെയ്തേക്കുന്ന നടുക്കത്തെ ഒരു സംഭവമില്ലേ, അതാണ് നമ്മുടെ സ്റ്റേണം എന്ന് പറയുന്നത്. അതായത് എന്താണ്, ലോങ് ബോൺസിന്റെ എൻഡിലേക്ക് അല്ലെ, ലോങ് ബോൺസിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ, ലോങ് ബോൺസിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഇതാണ് ലോങ് ബോൺസ് എന്നിരിക്കട്ടെ. ഓക്കെ, ഇതാണ് ലോങ് ബോൺസ് എന്നിരിക്കുമ്പോൾ ഇപ്പം ഈ എൻഡ് ഭാഗത്ത് പിന്നെന്താണ് നമ്മുടെ റിബ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വാരിയല്ലുകൾ പോകത്തില്ലേ, ഈ വാരിയല്ല് എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മുടെ ഈ സ്റ്റേണം എന്ന് പറയും. അതായത് നമ്മുടെ ഇവിടെ ഇങ്ങനെ നടുക്ക് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയില്ലേ, അതാണ് സ്റ്റേണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേണത്തിൽ, ഈ റിബ്സിൽ, പിന്നെ എവിടെയാ പറയുന്നത് പെൽവിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇടിപ്പല്ലെന്ന് പറയത്തില്ല, ഇടുപ്പിൻ്റെ എല്ല്, അതാണ് ആ പെൽവിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിലൊക്കെ ആയിട്ട് കൺഫൈൻ ആവും. അതായത് ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട്, അത് എൻറ്റയർ സ്കെലിറ്റൺ എന്നുള്ളത് നമ്മുടെ അഡൾട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രധാനമായിട്ടും ലോങ് ബോൺസിൻ്റെ എൻഡിൽ, അതുപോലെ വന്നിട്ട് റിബ്സിൽ, പിന്നെ സ്റ്റേണം, പെൽവിസ്, ഈ ഏരിയയിലേക്കായിട്ട് ചുരുങ്ങും. ആഫ്റ്റർ ബർത്ത് എന്ത് ചെയ്യും, ഹെമറ്റോപോയിസിസ് മെയിൻലി കൺഫൈൻ ടു ബോൺസ് ആയിരിക്കും. അതായത് ബർത്തിൻ്റെ സമയത്ത് ബോൺസിൽ ത്രൂ ഔട്ട് ആക്റ്റീവ് ആയിരിക്കും. ലിവറിൽ നിന്നുള്ള കുറച്ച് ഹെമറ്റോപോയിറ്റിക്കലി ആക്റ്റീവ് ഏരിയാസ് ലിവറിലും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ബർത്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഇത് കംപ്ലീറ്റ്ലി ബോൺസിൽ മാത്രമായിട്ട് ചുരുങ്ങും. പിന്നെ അത് ഒരു നമ്മുടെ പ്യൂബർട്ടി ഏജ്, അതായത് ഒരു പ്രായപൂർത്തിയാവുന്ന ഘട്ടം വരെ എന്ത് ചെയ്യുന്നു, അത് പ്രധാനമായിട്ടും എല്ലാ സ്കെലിറ്റൺ ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും ഹെമറ്റോപോയിസിന്റെ ഏരിയ. അത് കഴിഞ്ഞിട്ട് ഒരു അഡൾട്ടിലേക്ക് എത്തുമ്പോൾ, അതായത് പ്രായപൂർത്തിയായ ഒരാളിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ത്രൂ ഔട്ട് ദ ബോൺ എന്നുള്ളത് മാറിയിട്ട് ലോങ് ബോൺസിന്റെ എൻഡ്, അതുപോലെ തന്നെ നമ്മുടെ ആക്സിയൽ സ്കെലിറ്റൺ, അതായത് നമ്മുടെ റിബ്സ്, സ്റ്റേണം, അതുപോലെ തന്നെ നമ്മുടെ പെൽവിക്, അതായത് നമ്മുടെ ഒരു പെൽവിസ് റീജിയൻ അല്ലേ, പെൽവിക് ബോൺ, ആ ഒരു റീജിയനിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെമറ്റോപോയിസിസ് മാറും. ഓക്കെ, ഇനി അടുത്തത് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ എന്ന്. അതായത് ഈ പറഞ്ഞ ലൂക്കോസൈറ്റ്സ് ആയാലും പ്ലേറ്റ്ലെറ്റ്സ് ആയാലും RBCs ആയാലും എല്ലാം ഉണ്ടായി വരുന്ന ഒരു കോമൺ ഒരു പ്രോജനിറ്റർ സെൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മദർ സെല്ല് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ അല്ലെങ്കിൽ HSC എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇതൊരു പ്ലൂറിപൊട്ടന്റ് സെല്ലാന്ന് പറഞ്ഞു. പ്ലൂറിപൊട്ടന്റ് എന്ന് വെച്ചാൽ ഒരു സെല്ലിൽ നിന്ന് പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടായി വരും. ഓക്കെ, അപ്പം ഈ ഒരു ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലാണ് ഇതിൻ്റെ ഒരു കോമൺ പ്രോജനിറ്റർ, അല്ലെങ്കിൽ ഒരു കോമൺ മദർ എന്ന് പറയാം, അല്ലെങ്കിൽ കോമൺ മദർ സെൽ എന്ന് പറയുന്നതാണ്, അത് ഈ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ സെല്ലുലാർ കമ്പൗണ്ട് ആയിട്ടുള്ള റെഡ് സെൽസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ ഗ്രാനുലോസൈറ്റ്, മോണോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ്, ലിംഫോസൈറ്റ്, ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന ഇതിൽ നിന്നാണ്, നമ്മുടെ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിൽ നിന്നാണ്. ഇങ്ങനെ ഉണ്ടായി വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു, ഹെമറ്റോപോയിസിസ് എന്ന് പറയുന്നു. ഓക്കെ, ആ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCs അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് ഉണ്ടായി വരുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, അത് നമ്മൾ എറിത്രോപോയിസിസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഈ സെല്ലിന് എന്ത് ചെയ്യും, ഈ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ല് അതിൻ്റെ കുറച്ച് പെക്കുലാരിറ്റീസ് പറയാണ്. ഇതിന് കപ്പാസിറ്റി ഓഫ് സെൽഫ് റിന്യൂവൽ ഉണ്ട്. അതായത് ഇതിൻ്റെ തന്നെ സെയിം ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ഫോം ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞ എന്താണ്, HCGയിൽ നിന്ന് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് പല ടൈപ്സ് ഓഫ് സെൽസ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ RBC, WBC, ഗ്രാനുലോസൈറ്റ് എല്ലാം ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇതിൻ്റെ സെൽഫ് റിന്യൂവൽ ഉണ്ട്. അതായത് ഇതിൻ്റെ തന്നെ പുതിയ സ്റ്റെം സെൽസ് ഫോം ചെയ്യുക അല്ലേ. അതായത് HC തന്നെ എന്താണ്, വീണ്ടും HC അത് ഫോം ചെയ്യുക. ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് തന്നെ ഫോം ചെയ്യുക, അതാണ് സെൽഫ് റിന്യൂവൽ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, പ്രോളിഫറേഷൻ ഉണ്ട്. അതായത് പെട്ടെന്ന് തന്നെ റാപ്പിഡ്ലി ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വന്നു. പിന്നെ എന്താ പറയുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറൻസിയേഷൻ അലോങ് ഓൾ സെൽ ലീനിയേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് സെൽസിൻ്റെയും, അതായത് സെൽ ലീനിയേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പം ഇതൊരു സ്റ്റെം സെൽ ആയതുകൊണ്ട് എല്ലാ ടൈപ്പ് സെൽസും ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരാനായിട്ട് പറ്റും. പിന്നെ ഇതിനെ കണ്ടാൽ എങ്ങനെ ചെയ്യും, മോർഫോളജിക്കലി ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് സ്മോൾ ലിംഫോസൈറ്റ്, ഒരു ചെറിയ ലിംഫോസൈറ്റ് പോലായിരിക്കും ഇതിന്
ഇതിൻ്റെ അപ്പിയറൻസ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ സ്റ്റെം സെൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുക, അതായത് സ്റ്റെം കൾച്ചറിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താണ്, ഈ HSCs ആർ യൂസ്ഡ് ഫോർ എന്ത് ചെയ്തു, ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം HSC എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രോജനേറ്റർ ആണ്. നമ്മുടെ എല്ലാ സെല്ലാർ കമ്പോണൻസും ഇതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു വരുന്നു. ഇതിൻ്റെ ഒരു പ്ലൂറിപെറ്റന്റ് നേച്ചർ ഉണ്ട് അല്ലെ, ഇതിൽ നിന്ന് എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിന് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, എന്താണ്, സെൽഫ് റിന്യൂവബിൾ ഉണ്ട് അല്ലെ, ഒരേ ടൈപ്പ് സെല്ല് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്രോളിഫറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും, പിന്നെ ഡിഫറൻസിയേഷൻ അലോങ് ഓൾ സെൽ ലീനിയേജസ്, അതായത് പല ടൈപ്സ് ഓഫ് സെൽസ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സ്മോൾ ലിംഫോസൈറ്റ് പോലിരിക്കും. അത് മാത്രമല്ല പല ടൈപ്സ് ഓഫ് സെല്ല് ഇതിൽ നിന്നുണ്ടായി വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെം കൾച്ചർ പോലത്തെ സംഭവങ്ങൾക്കൊക്കെ ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ അല്ലെങ്കിൽ HSC നമ്മൾ എടുത്ത് സൂക്ഷിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എറിത്രോപോയസിസ് ആണ്. അതായത് എറിത്രോപോയസ് എന്ന് വെച്ചാൽ എന്താണ്, എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ റെഡ് സെൽസ് അല്ലെങ്കിൽ RBCന്റെ ഒരു ഫോർമേഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ എറിത്രോയിഡ് പ്രോജനിറ്റേഴ്സ് എന്ന് പറയും, അത് നമ്മുടെ എവിടെ നിന്ന് ഉണ്ടായി വരുന്നതാണ്, നമ്മുടെ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ് എറിത്രോയിഡ് പ്രോജനേറ്റേഴ്സ്. അതായത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന് നമ്മൾ എന്ത് പറഞ്ഞു, പല ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടായി വരാം അല്ലെ, WBC ഉണ്ടാവും, പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും, RBC ഉണ്ടാവും. അപ്പോൾ RBC ഉണ്ടാവുന്ന സമയത്ത് ഇതിൽ നിന്ന് എറിത്രോയിഡ് പ്രോജനേറ്റേഴ്സ് ഉണ്ടായി, അതായത് എറിത്രോസൈറ്റ്സ് ഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്തു വരും. ഓക്കെ, ഇത് രണ്ട് ടൈപ്സ് ആയിട്ട് മാറും. ഓക്കെ, അതൊന്ന് BFUE അതായത് ബെസ്റ്റ് ഫോമിംഗ് യൂണിറ്റ്സ് എറിത്രോയിഡും CFUE അതായത് കോളനി ഫോമിംഗ് യൂണിറ്റ്സ് എറിത്രോയിഡും. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് നടക്കുന്നത്, എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ EPO എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ അണ്ടറിലാണ് നമ്മുടെ HSC അല്ലെങ്കിൽ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് എറിത്രോയിഡ് പ്രോജനേറ്റേഴ്സ് ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പം എറിത്രോപോയസിസ് എന്ന് വെച്ചാൽ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് ആദ്യം ഒരു എറിത്രോയിഡ് പ്രോജനേറ്റർ അതായത് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഫോമിങ് എറിത്രോസൈറ്റ്സ്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, രണ്ട് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു ബെസ്റ്റ് ഫോമിംഗ് യൂണിറ്റ്സ് എറിത്രോയിഡും, രണ്ടാമത്തത് കോളനി ഫോമിംഗ് യൂണിറ്റ്സ് എറിത്രോയിഡും. ഏതിൻ്റെ ഇൻഫ്ലുവൻസിലാണ്, എറിത്രോപോയറ്റിൻ്റെ ഇൻഫ്ലുവൻസ്. അതായത് എറിത്രോപോയറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ നമ്മുടെ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ഈ പറയുന്ന BFUEയും CFUEയും ഫോം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇനി അടുത്ത പറയാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, എറിത്രോബ്ലാസ്റ്റ്. എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ RBC നമ്മൾ പറഞ്ഞു എന്താണ്, ബൈ ഡിസ്ക് ഷേപ്ഡ് ആണെന്ന് പറഞ്ഞു, അതുപോലെ എന്താണ് ബൈ കോൺകേവ് ഷേപ്ഡ് ആണെന്ന് പറഞ്ഞു, ഇതിനകത്ത് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, ഇതിനകത്ത് കൂടുതൽ പെർസെൻറ്റേജ് ഹീമോഗ്ലോബിനാണ്, അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എന്യൂക്ലിയേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ, ന്യൂക്ലിയേറ്റഡ് ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ, ഈ ന്യൂക്ലിയേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസാണ് നമ്മുടെ RBC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ എറിത്രോസൈറ്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ റെഡ് ബ്ലഡ് സെല്ല് ഫോം ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജസ് ആണിത് അല്ലേ. ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ നിന്നും എറിത്രോബ്ലാസ്റ്റ്, എറിത്രോബ്ലാസ്റ്റ്, പിന്നെ റെറ്റിക്കുലോസൈറ്റ്, പിന്നെ എറിത്രോസൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, നമ്മുടെ എറിത്രോബ്ലാസ്റ്റിലും എറിത്രോബ്ലാസ്റ്റിലും എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പം RBC ഫോം ചെയ്ത് വരുമ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് പിൻഗാമികൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുൻഗാമികൾ അല്ലേ, ആ മുൻഗാമികളാണോ പിൻഗാമികളാണോ ബാക്കിൽ നിന്ന് വരുന്നത് അല്ലെ, ഉണ്ടായി വരുന്നവരിൽ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസ് ഉള്ള എല്ലാവരെയും നമ്മൾ എന്ത് പറയും, എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയും. അതായത് എറിത്രോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ടേമാണ്, ഒരു കോമൺ ടേമാണ്. അതായത് RBCയുടെ എല്ലാ ന്യൂക്ലിയേറ്റഡ് ഫോംസിനും, അപ്പം നമ്മളിതിൽ എറിത്രോബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്റ്റേജസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാ സ്റ്റേജിലും നമ്മൾ എന്ത് പറയുന്നു, ഈ ന്യൂക്ലിയേറ്റഡ് RBCയുടെ എല്ലാ സ്റ്റേജിലും നമ്മൾ പറയുന്ന പേരാണ് എന്ത്, എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇത് ലീസ്റ്റ് മെച്യൂർ എറിത്രോയിഡ് പ്രിക്കേഴ്സർ സെൽ ഈസ് കോൾഡ് എറിത്രോബ്ലാസ്റ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് ആദ്യം ഉണ്ടായി വരുന്ന RBCയുടെ ഏറ്റവും എന്ത് ചെയ്യുന്നു, ഏറ്റവും ലീസ്റ്റ് മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യം ഉണ്ടായി വരുന്ന ഫോമാണ് ഏത്, നമ്മുടെ എറിത്രോബ്ലാസ്റ്റ് ഈ പറയുന്ന സാധനം. ഓക്കെ, ഇത് അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എറിത്രോബ്ലാസ്റ്റും ഒക്കെ എന്താണ്, ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയേറ്റഡ് ഫോംസ് ഓഫ് RBCനെ എല്ലാം നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയും, എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയും. പിന്നെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടും ഈ പേര് മാറിക്കൊണ്ടിരിക്കും. അതിൽ തന്നെ ഏറ്റവും ഇമ്മച്വർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടായി വരുന്ന ആ ഒരു എറിത്രോയിഡ് പ്രിക്കേഴ്സറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയും, എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ എറിത്രോബ്ലാസ്റ്റ് വന്നിട്ട് എങ്ങനെയാണ്, നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ, എറിത്രോബ്ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് എറിത്രോബ്ലാസ്റ്റ് അല്ലേ. ഓക്കെ, ഇതെൻ്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കൂ. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇറ്റ് ഈസ് എ ലാർജ് സെൽ വിത്ത് എ റിം ഓഫ് ബേസോഫിലിക് സൈറ്റോപ്ലാസ്മം. അതായത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കുറച്ചുകൂടെ വലിയ ന്യൂക്ലിയസ് ആണ് കേട്ടോ, കുറച്ചുകൂടെ വലിയ ന്യൂക്ലിയസ് ആണ്. സൈറ്റോപ്ലാസം വളരെ കുറച്ചേ ഉള്ളൂ, ഇതിൻ്റെ ന്യൂക്ലിയസ് വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ലാർജ് സെല്ലാണ്. അതായത് ഈ എർത്രോബ്ലാസ്റ്റ് എല്ലാം നമ്മുടെ RBC-നേക്കാൾ വലിയ സെല്ലുകളായിരിക്കും. ഈവൻ ലാസ്റ്റ് സ്റ്റേജിലായി ഇമ്മച്വർ RBC എന്ന് പറയുന്ന റെറ്റിക്കുലോസൈറ്റ് പോലും നമ്മുടെ ഒറിജിനൽ അല്ലെങ്കിൽ ആ ഫൈനലി ഫോംഡ് ആയിട്ടുള്ള മെച്യൂർ RBC-നേക്കാളും സ്ലൈറ്റ്ലി ബിഗർ ഇൻ സൈസ് ആയിരിക്കും. അപ്പോൾ പ്രോ എർത്രോബ്ലാസ്റ്റ് വന്നിട്ട് എന്താണ്? ലാർജ് സെൽ വിത്ത് റിം ഓഫ് ബേസോഫിലിക് സൈറ്റോപ്ലാസം. അതായത് ഇവിടെ ബേസോഫിലിക് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്, അതായത് ബേസിക് ഡൈ സ്റ്റെയിനിങ് ആയിട്ടുള്ളത്. ഓക്കെ, ബേസിക് ഡൈ വെച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഈ സൈറ്റോപ്ലാസം ആ കളർ പിടിക്കും. ഓക്കെ, അതാണ് ബേസോഫിലിക് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? വലിയൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം വലിയൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ഓൾമോസ്റ്റ് മറ്റേ ഫോട്ടോ ഞാൻ കുറച്ചുകൂടെ കാണിക്കാം. ഓക്കെ, ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലേ? അതായത് ഒരു റിം ഓഫ് സൈറ്റോപ്ലാസമേ ഉള്ളൂ, ബാക്കി എന്താണ്? മെജോറിറ്റി നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ആണ് മേജർ പാർട്ടും ഉൾക്കൊള്ളുന്നത്. ഈ സൈറ്റോപ്ലാസം എങ്ങനെയായിരിക്കും? ബേസോഫിലിക് സൈറ്റോപ്ലാസം ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് ന്യൂക്ലിയർ ക്രൊമാറ്റിൻ ഉണ്ട്. ഓക്കെ, അതായത് ന്യൂക്ലിയർ ക്രൊമാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്. ഐസ് കോഴ്സ് ആയിരിക്കും. ആൻഡ് പ്രോമിനന്റ് ന്യൂക്ലിയോലൈ ആർ സീൻ. അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഉള്ള ചെറിയൊരു സാധനമാണ് നമ്മുടെ ന്യൂക്ലിയോലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂക്ലിയോലൈ ഉണ്ട്, അതിലൊക്കെ ന്യൂക്ലിയർ ക്രൊമാറ്റിൻ കോയേഴ്സ് ആയിരിക്കും. പിന്നെന്താണ്? ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഓഫ് ദ സെൽ വിത്ത് എ തിൻ റിം ഓഫ് ബേസോഫിലിക് സൈറ്റോപ്ലാസം. അതായത് ഈ സൈറ്റോപ്ലാസം എന്ത് ചെയ്യുന്നു? ബേസിക് ഡൈനെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ബേസിക് ഡൈ സ്റ്റെയിനിങ് ആയിട്ടുള്ളതായിരിക്കും. ബേസോഫിലിക് സൈറ്റോപ്ലാസം ഉണ്ട്, വലിയൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് ന്യൂക്ലിയർ ക്രൊമാറ്റിൻ കോയേഴ്സ് ആയിട്ടുണ്ട്, പ്രോമിനന്റ് ന്യൂക്ലിയോലൈ ഉണ്ട്. പിന്നെന്താണ്? അടുത്ത സ്റ്റേജാണ് ബേസോഫിലിക് ഓർ ഏർലി നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രോ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ? അതായത് പ്രോ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. അടുത്ത കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? ബേസോഫിലിക് അല്ലെങ്കിൽ ഏർലി നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി വരുന്നതാണ്. ഇത് നമ്മുടെ പ്രോ എറിത്രോബ്ലാസ്റ്റിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാണ്. ഓക്കെ, അപ്പം ഈ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബേസോഫിലിക് അല്ലെങ്കിൽ ഏർലി നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ പ്രോ എറിത്രോബ്ലാസ്റ്റിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ്. ഇതിനകത്തുള്ള ന്യൂക്ലിയസ്, അതായത് ഇനി വരുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് കുറഞ്ഞു വരും. ന്യൂക്ലിയർ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് വരും, ന്യൂക്ലിയോലൈ ഡിസപ്പിയർ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സെല്ല് നമ്മുടെ എന്ത് ചെയ്യുന്നു? ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ സൈറ്റോപ്ലാസമായിട്ട് മാറും. ബട്ട് എ മോർ ബേസോഫിലിക് സൈറ്റോപ്ലാസം. പക്ഷേ ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതൽ ബേസോഫിലിക് സ്റ്റെയിനിങ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ബേസോഫിലിക് അസിഡിറ്റി ഉള്ള സൈറ്റോപ്ലാസം ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഈ സൈറ്റോപ്ലാസത്തിനകത്ത് കൂടുതൽ റൈബോസോംസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് ഓർത്ത് വെക്കണം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രോ എറിത്രോബ്ലാസ്റ്റ് ആണ്. പ്രോ എറിത്രോബ്ലാസ്റ്റിലാണ് നമ്മൾ പറഞ്ഞത് ലാർജ് സൈറ്റോപ്ലാസം, ലാർജ് സെല്ലാണ് വിത്ത് തിൻ റിം ഓഫ് സൈറ്റോപ്ലാസം ആൻഡ് ലാർജ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇനി ബേസോഫിലിക് അല്ലെങ്കിൽ ഏർലി നോർമോബ്ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ പ്രോ എറിത്രോബ്ലാസ്റ്റിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ്, ന്യൂക്ലിയസും കുറച്ച് ചെറുതാവും. പിന്നെ എന്താണ്? സൈറ്റോപ്ലാസം കുറച്ചുകൂടെ മോർ ബേസോഫിലിക് ആയിരിക്കും, കാരണം ഇതിനകത്ത് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് റൈബോസോംസ് ഉണ്ട്. ഓക്കെ, ഈ റൈബോസോംസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിനകത്തുള്ള ഇൻക്രീസ് നമ്പർ ഓഫ് റൈബോസോംസ് അതാണ് വന്നിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ന്യൂക്ലിയോലൈ ഇല്ല. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട ന്യൂക്ലിയോലൈ ഇല്ല, പക്ഷേ ന്യൂക്ലിയർ ക്രൊമാറ്റിൻ എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ന്യൂക്ലിയോലൈ ഇല്ല. അപ്പോൾ നമ്മുടെ പ്രോ എറിത്രോബ്ലാസ്റ്റിൽ മാത്രമേ ഇത് ന്യൂക്ലിയോലൈ ഉള്ളൂ. നോർമോബ്ലാസ്റ്റിൽ, ഏർലി നോർമോബ്ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ന്യൂക്ലിയോലൈ ഇല്ല. പിന്നെന്താണ്? ഇതിൻ്റെ ബേസോഫിലിക് സ്റ്റെയിനിങ്, മോർ ബേസോഫിലിക് സ്റ്റെയിനിങ് സൈറ്റോപ്ലാസം ആയിരിക്കും. കാര്യം ഇതിനകത്ത് റൈബോസോംസ് ഉണ്ട്. ഈ റൈബോസോംസ് ആർ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഇനി അടുത്ത സ്റ്റേജാണ് പോളിക്രോമാറ്റിക് ഓർ ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. അതായത് നമ്മൾ ലേറ്റ് നോർമോബ്ലാസ്റ്റ് കഴിഞ്ഞു, ഇനി പോളിക്രോമാറ്റിക് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. ഈ പോളിക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാം? ഇതിനകത്തുള്ള എല്ലാ ഓർഗനലൈസും എന്ത് ചെയ്യുന്നു? സൈറ്റോപ്ലാസം മാത്രമാണ് നമ്മൾ നേരത്തെ ബേസോഫിലിക് എന്ന് പറഞ്ഞത്. ഇവിടെ പറയുമ്പോഴത്തേക്ക് എല്ലാ ഓർഗനൽസും, ഇതിനകത്തുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനും ഒരു ബേസോഫിലിക് നേച്ചർ കാണിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ലാസ്റ്റ് പ്രിക്കേഴ്സർ സെൽ കേപ്പബിൾ ഓഫ് മൈറ്റോസിസ്. അപ്പം ഈ നമ്മുടെ RBCs ഉണ്ടായി വരുന്ന സമയത്ത് ഇതിനകത്ത് ആദ്യം ഇനിഷ്യലി
സ്റ്റേജസ് ഉള്ള കുറേ സെൽസ് ഉണ്ടല്ലോ. ഈ സെൽസിൽ എന്ത് ചെയ്യുന്നു, മൈറ്റോസിസ് കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡിവിഷൻ കേപ്പബിൾ ആയിട്ടുള്ള ലാസ്റ്റ് സെല്ലാണ് ഏത്, നമ്മുടെ ഈ ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെല്ല്. ഓക്കെ, ഇതിനകത്ത് എന്താ പ്രത്യേകത? ഇതിനകത്ത് നമ്മുടെ ന്യൂക്ലിയസ് കുറച്ചുകൂടെ ചെറുതാവും. പിന്നെ ന്യൂക്ലിയോലെ ഓൾറെഡി നേരത്തെ ഇല്ലെന്ന് പറഞ്ഞു. ആൻഡ് ഈ സ്മോളർ ദാൻ ദ ബേസോഫിലിക് എറിത്രോപ്ലാസ്റ്റ്, അതായത് ഇതിന്റെ സൈസും സ്റ്റേജ് കഴിയും തോറും ചെറുതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബേസോഫിലിക് എറിത്രോപ്ലാസ്റ്റിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ് ഏത്, നമ്മുടെ ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. ഇതിന്റെ സൈറ്റോപ്ലാസം എന്തായിരിക്കും, കുറച്ചുകൂടെ ഗ്രേയർ ആയിരിക്കും അല്ലെ. ഗ്രേയർ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് അസിഡോഫിലിക് സ്റ്റെയിനിങ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. കാര്യം ഇതിന്റെ സൈറ്റോപ്ലാസം വന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ ഗ്രേയർ ആയിട്ട് മാറും. കാര്യം ഗ്രേയർ ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് എന്ത്, സൈറ്റോപ്ലാസത്തിൽ റൈബോസോംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ റൈബോസോംസ് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഈ ബേസിക് നേച്ചർ കുറഞ്ഞ് കുറച്ചുകൂടെ അസിഡിക് നേച്ചർ കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു അസിഡോഫിലിക് സ്റ്റെയിനിങ് കാരണം എന്ത് സംഭവിക്കുന്നു, ഇത് കുറച്ചുകൂടെ സൈറ്റോപ്ലാസം ഗ്രേയർ കളറായിട്ട് മാറും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ന്യൂക്ലിയർ ക്രോമാറ്റിൻ അണ്ടർഗോസ് കണ്ടൻസേഷൻ. അതായത് ന്യൂക്ലിയർ ക്രോമാറ്റിൻ കൂടുതൽ കണ്ടൻസ്ഡ് ആയിട്ട്, അതായത് കണ്ടൻസ്ഡ് ആയിട്ട് ചുരുങ്ങിയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത്, ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മൾ പ്രോ എറിത്രോബ്ലാസ്റ്റ് കണ്ടു, പിന്നെ ബേസോഫിലിക് അല്ലെങ്കിൽ ഏർലി നോർമോബ്ലാസ്റ്റ് കണ്ടു, പിന്നെ പോളിക്രോമാറ്റിക് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് കണ്ടു. അപ്പോൾ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റേജിൽ എന്താണ്, ലാസ്റ്റ് പ്രിക്കഴ്സർ സെൽ കേപ്പബിൾ ഓഫ് മൈറ്റോസിസ് ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ട ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റിനേക്കാളും കുറച്ചുകൂടെ സ്മോളർ സൈസ് ആയിരിക്കും. സൈറ്റോപ്ലാസം നോക്കുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ച് ഗ്രേയർ കളർ ആയിരിക്കും. കാര്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ റൈബോസോംസ് വന്നിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് അസിഡിക് നേച്ചർ കൂടുന്നത് കാരണം, അസിഡോഫിലിക് സ്റ്റെയിനിങ് കാരണം എന്ത് ചെയ്യുന്നു, ഇത് ഗ്രേയർ നേച്ചറായിട്ട് മാറും. പിന്നെ ഇതിനകത്ത് എന്താണ്, നമ്മുടെ ന്യൂക്ലിയർ ക്രോമാറ്റിൻ കുറച്ചുകൂടെ കണ്ടൻസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.